ഹായ് ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 10:30 കേട്ടോ. ഗുഡ് മോർണിംഗ് എന്നല്ല, ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മുമ്പിലുള്ള അണ്ണന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ, ഒരു 7 മണിയായപ്പോഴൊക്കെ എഴുന്നേറ്റു. കിണറ്റിൽ പോയി ഫുഡ് ഉണ്ടാക്കാനും കഴുകാനും പാത്രം കഴുകാനൊക്കെയുള്ള വെള്ളമൊക്കെ എടുത്തു കൊണ്ടുവന്നു. ഉള്ളിയൊക്കെ തോലരിഞ്ഞു കൊടുത്തു. സാമ്പാറും ചോറുമാണ് ഉണ്ടാക്കിയേക്കണമെന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പം ഫുഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, ഭയങ്കര ബോറടിയാണ്. നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഇപ്പം നെഗറ്റീവ് മൈൻഡ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് തീരെ പറ്റണ കാര്യമല്ല. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇത് 4-5 ദിവസമൊക്കെ ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും പിന്നെ കമ്പനി ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഇതെന്നത് മുള്ളങ്കി സാമ്പാറാ? முள்ளங்கி சாம்பார். பருப்பு தான் கொஞ்சம் வேக லைட் ஆயிடுச்சு. தண்ணி ஊற்றி இருந்தோம்னா குழஞ்சிருக்கும். கைஸ், முள்ளங்கி சாம்பார் கொஞ்சம் கிட்ட வைங்க. முள்ளங்கி சாம்பாரும் ചോറും கொஞ்சம் കുളമാട്ടോ. പോതും കഴിക്കട്ടെ, വിശക്കണം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. ശരവണ അണ്ണൻ്റെ അടിപൊളി സാമ്പാറും ചോറും. ഞാൻ അണ്ണനോട് പറഞ്ഞു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന്. അത്രയ്ക്ക് അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. താങ്ക്സ് അണ്ണ. പോയിട്ട് വീണ്ടും ഡ്യൂട്ടി ചെയ്യാം, ഉറങ്ങാം. സമയം ഇപ്പം 4:10 ഈ പാർക്കിങ്ങിന് നമ്മളോട് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് ലോഡൊന്നുമില്ല എന്ന് തോന്നുന്നു. ഈ പാർക്കിങ്ങിൽ കാറ് വരുന്നുണ്ട് പോലും. അതുകൊണ്ട് ഈ പാർക്കിങ്ങിന് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. നല്ല വിശാലമായ പാർക്കിങ്ങും കിണറും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു റൗണ്ട് കൂടി കുളിച്ചിട്ട് പോകാൻ തോന്നുന്നു. ഇനിയിപ്പോൾ ഈ വെള്ളമൊന്നും കിട്ടും തോന്നുന്നില്ല. നല്ല കുളിയൊന്ന് കുളിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റി വെക്കാം. വേറെ പണിയൊന്നുമില്ല, കണ്ടന്റൊന്നുമില്ല. ഇതെന്നെ കണ്ടില്ല. ഓക്കെ. ഹായ് ഗുഡ് മോർണിംഗ്. അക്ഷയാണ്. സമയം രാവിലെ 8 മണിയായിട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഒരു 7 മണിയായപ്പോഴൊക്കെ എഴുന്നേറ്റു. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇവിടെ 11-ാം തീയതി എത്തിയതാണ്. ഇപ്പം 5 ദിവസമായി കേട്ടോ. ഇന്ന് 16-ാം തീയതിയാണ്. ഇന്നത്തേക്ക് 6-ാമത്തെ ദിവസമാണ്. അറിയില്ല ഇന്നും ലോഡാകോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ക്ലിയറൻസ് ആയില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ മാസം ഇന്ന് 16. അപ്പോൾ ഈ മാസം നമ്മൾ ആകെ എടുത്തേക്കണത് 2 ലോഡാട്ടോ. ഒന്ന് ബല്ലാരി ടു ഹൈദരാബാദ്, അപ്പോൾ അതിനുശേഷം കാലി വന്നിട്ട് ഗണ്ണാവരത്തുനിന്ന് നമ്മൾ ഗൂഡൂരേക്ക് എടുത്ത ലോഡ്. 2 ലോഡാണ് എടുത്തേക്കണത്. ഈ 2 ലോഡ് കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ, നടക്കില്ല. ഇത് എനിക്ക് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് ഇരിക്കുമ്പം ശരിക്കും വെറുപ്പാണ്. എനിക്കിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. ഇത് ഈ ജോലിയുടെ ഭാഗമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് കുറച്ച് അറിയില്ല. നോക്കട്ടെ നമുക്ക്. എന്തായാലും നമ്മൾ അണ്ണനുണ്ടല്ലോ, ശരവണ അണ്ണൻ, നമുക്ക് കുറച്ച് എക്സസൈസ് പഠിപ്പിച്ചു തരാമെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ 3000 രൂപയും കൊടുത്തിട്ട് എവിടുന്നോ പഠിച്ചതാണ്. കാര്യമായിട്ടുള്ള എക്സസൈസ് കേട്ടോ. അണ്ണൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്ന കാണാം. പുള്ളിക്കാരൻ നോട്ടി നടത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇല്ല, എക്സസൈസ് ചൊല്ലിക്കൂട്ട്. പുള്ളിക്കാരൻ മുടിച്ചിട്ട് വരട്ടെ. ഓക്കെ, ഫസ്റ്റ് നീ സ്റ്റഡി ആയിട്ട് 1, 2, 8, 9, 10. அப்படியே திரும்ப லெஃப்ட் 1, 2, அப்புறம் லெஃப்ட். ஓகே, சேம் லெஃப்ட் 2 நெருக்கி வச்சு. நெருக்கி வச்சுட்டு இது சும்மா தான் வைக்கணும், சப்போர்ட் பண்ணக்கூடாது. சும்மா வைக்கணும், மாவுகள் ஆடுற மாதிரி. 1, 2, 8, 9, 10. 1 ரிட்டர்ன் 2 பொடி கேப் போட்டு 2 உள்ள வச்சு 4 வரல மடக்கணும். எப்படி? 2 வரல உள்ள வச்சு 4 வரல மடக்கணும். மடக்கிட்டு அப்படியே 1, 2,
அப்படியே ஃப்ரண்ட் பேக் ஒன்று 5 வரல போகணும். ஜாயின் பண்ணணும். ஜாயின் பண்ணி ஃபுல்லாக அப்படியே ஸ்ட்ரைட்டாக டச் ஆகிடணும். 1 2 3 1 2 3 இந்த 5 வரல ப்ரெஸ் பண்ணணும். 4 5 6 7 8 இங்கே ரெகுலராக பண்ணிகிட்டே இருப்பா? ரெகுலராக எங்கே பண்ணுறேன், நான் ரெகுலராக பண்ணுறேன். எனக்கு இந்த கம்பெனிக்கு வரப்போ வயிறு இருந்துச்சு. ഞാൻ എക്സസൈസൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് വിശക്കണുണ്ട്. ഇപ്പോൾ എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാടുള്ളത്. അന്നോട് നൈസിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നൈസിൽ ഊരി എനിക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എത്ര കണ്ടതാ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോകണമെന്നുണ്ടെങ്കിലും ഈ പാർക്കിങ്ങിൽ നിന്ന് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. ഇനി ഇവിടുന്ന് എപ്പോഴാണ് മാറ്റാന്നറിയില്ല. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഇവിടുന്ന് വണ്ടി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയി കുളിക്കുകയും തുണി കഴുകാനുള്ളതൊക്കെ കഴുകുകയൊക്കെ ചെയ്തു. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. വെറുതെ ഒരു വണ്ടി 2-3 വണ്ടികൾ എവിടെയെങ്കിലും നല്ല വൃത്തിയിൽ സമാധാനത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് പിടിക്കില്ലെന്ന് തോന്നുന്നു. എടുത്ത് മാറ്റിയിപ്പിക്കണം എന്ന് തോന്നുന്നു. ഇതുവരെയായിട്ട് വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇതിൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടു. ഇച്ചിരി തണലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അണ്ണന് ഇവിടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കസേര കിടപ്പുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെടുക. നോക്കട്ടെ നമുക്ക്. സമയം ഇപ്പോൾ 2 മണിയായി. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. വിശക്കുന്നുണ്ട് നന്നായിട്ട്. വണ്ടിയൊക്കെ ലോക്ക് ചെയ്തു. നമ്മൾ ശരവണ അണ്ണനൊക്കെ ലോഡായി കേട്ടോ. അവർ പോയി. ഇപ്പം നമ്മൾ കുറച്ച് പേരും കൂടെ ബാക്കിയുള്ളൂ. അറിയില്ല എപ്പോഴും ലോഡാകുന്നു. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ കുറേ സമയം കിടന്നു. പക്ഷെ ഉറക്കൊന്നും വരുന്നില്ല. ഇവിടെ നേരത്തേക്കാട്ടി വെയിലാട്ടോ. ഭക്ഷണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് സമയം ഉറക്കം വരുമായിരിക്കും കേട്ടോ. ഫുഡ് ചോറുണ്ട്, സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, കാബേജ്, ക്യാരറ്റ്, തോരനുണ്ട്, രസം, മുട്ടക്കറി, മോര്, പപ്പടം. കഴിക്കട്ടെ. സമയം ഇപ്പം വൈകുന്നേരം 4 മണിയായിട്ടോ. 4:10. ഇനിയിപ്പോൾ ലോഡിൻ്റെ ഫോളോവർ വിളിച്ചു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. നല്ല തലവേദന എടുത്തിട്ട് ഇങ്ങനെ ശരിയായിട്ടില്ല കേട്ടോ. ചെറുങ്ങനെ ഇപ്പോൾ ഉണ്ട്. എന്നാലും ആ ഉറക്കത്തിൽ കുറച്ചങ്ങ് പോയിട്ടുണ്ട്. പക്ഷേ ഫോളോവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പാസ് അയച്ചിട്ടുണ്ട് വണ്ടി പുറത്തേക്ക് എടുക്കാൻ. അതായത് ഔട്ട് പാസ് അയച്ചിട്ടുണ്ട് വണ്ടി പുറത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ലോഡില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ലോഡാകാനതിന് സമയം എടുക്കും, അതുകൊണ്ട് പുറത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ വണ്ടിക്ക് വർക്കുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഇപ്പോഴല്ലേ അറിയാം, അല്ലാണ്ട് ഞാൻ വണ്ടി ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വോയിസ് ഇല്ല, ഒന്നും പറയാനില്ല. അപ്പോൾ പുറത്തേക്ക് പോവാം. അപ്പോൾ എന്നെപ്പോലെ തന്നെ കുട്ടിയണ്ണനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കല്ല, എല്ലാവരോടും ബാക്കിയുള്ള എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അണ്ണൻ എന്നോട് പറഞ്ഞു ഇപ്പോഴേ പോയിട്ട് പുറത്ത് നിൽക്കാം, ഇപ്പോഴാകുമ്പോൾ ട്രാഫിക് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വിടാം. നമ്മൾ ആദ്യം വണ്ടി വെച്ച സ്ഥലം കേട്ടോ.
ഇവിടെ ഏതോ വലിയ ഷിപ്പ് വന്നേക്കുന്നു, കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ ഷിപ്പിലേക്കാണ് ആ പുതിയ വണ്ടികളൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടു പോകുന്നത് കേട്ടോ. പതിവ് പോലെ ക്യൂവിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുതലേ ക്യൂ ആണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങാനും ക്യൂ, അകത്ത് കയറാനും ക്യൂ. ഒരു മര്യാദ ഇല്ലല്ലോ. എന്താ ഓരോ വണ്ടിയായിട്ട് ഇങ്ങനെ കയറി കയറി പോകും. ഒമിനി അല്ലേ അത്? ഇത് പുതിയ വണ്ടി ഒന്നും പറ്റാതെ. ഇത് ഉള്ളിലേക്ക് കയറ്റിയ ഡ്രൈവർമാർ ഒരാളായിട്ട് പുറത്തേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി ഉള്ളിൽ വെച്ചിട്ട് ഒരു 1.25 മണിക്കൂറായിട്ട് ഞാൻ നിന്നെടുക്കാൻ അനങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ തന്നെ വെച്ചേക്കുക. അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ടും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എത്രക്ക് കണ്ട് ഈസിയാക്കുന്നു. അതിപ്പം ഗുഡ്സ് ആണെങ്കിലും പാസഞ്ചേഴ്സിനെ ആണെങ്കിലും മറ്റെന്താണെങ്കിലും എത്രക്ക് പെട്ടെന്ന് ഈസിയാക്കുന്നു, അത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുക ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന 1-2 മണിക്കൂർ മുന്നേ ഈ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും എക്കണോമി ഇൻക്രീസ് ആകത്തേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് റോഡുകളാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും റോഡുകളിലുള്ള ബാക്കിയുള്ള സിറ്റുവേഷൻസ്, ഇപ്പം ഡ്രൈവേഴ്സിന് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഈസി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ഞാൻ കണ്ടെടുത്തോളം, ഞാൻ ഇത്രയും ദിവസം ഓട്ടിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കുകയല്ല ചെയ്യുക. ഉള്ള ഈസിനെസ്സും നമ്മുടെ ഏമാന്മാരും ആൾക്കാരൊക്കെ ഹാർഡാക്കി കൊണ്ടുവരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിലൊന്നും ഒരു ചേഞ്ചൊന്നും പെട്ടെന്നൊന്നും വരാനൊന്നും പോകുന്നില്ല, വർഷങ്ങളെടുക്കും. എന്നെ എല്ലാവരും കൂടി ലോക്കാക്കി കളഞ്ഞല്ലോ ഭഗവാനെ. അടുത്താണ് അവിടെ അടുത്ത. ഞാനിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ? സമയം ഇപ്പോൾ 7:40. ഇപ്പോഴും ഗേറ്റിന് പോകാൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിട്ടോ. അത് അവിടെയാണ് ഗേറ്റ്. ഓക്കെ, ഫൈനലി 7:50 കേട്ടോ. 7:50 ഞാൻ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. എക്സിറ്റ് കണ്ടോ, എക്സിറ്റ്. ഇവിടെ നിന്ന് ഇനി ഒരു 3 വണ്ടിയും കൂടി പാസ് കാണിച്ച് പുറത്തു പോയാൽ ഞാനും പുറത്ത്. അങ്ങനെ ഗൈസ്, ഞാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. 4 മണിക്കെങ്ങാണ്ട് തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ 7:55 കേട്ടോ. അങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുക. ഇനി അടുത്ത ലോഡ് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, നോക്കട്ടെ. വെറുത്തു. വണ്ടി ഞാനിവിടെ സൈഡാക്കി കേട്ടോ. ചായ കുടിക്കാൻ പോവാം. എന്നോട് വണ്ടി എടുത്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു വണ്ടിയുടെ വർക്ക് ചെയ്യാണ്ട് എനിക്കിനി പോകാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. നടക്കില്ല, എന്തൊക്കെയൊക്കെയോ പുകയൊക്കെ വരുന്നുണ്ട്, എനിക്കറിയില്ല. അവസാനം പിന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആക്കുകയല്ല ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വണ്ടീൻ്റെ വർക്ക് ചെയ്യണം. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ അപ്പുറമാണ് പിന്നെ ഷോറൂം ഉള്ളത് ടാറ്റേൻ്റെ. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ട്രാഫിക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്തു പോകാം. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ കിട്ടുമോ നോക്കട്ടെ. ഇത് ഹാർബർ കേട്ടോ, ഇവിടെ ഹാർബറാണ്. ലോങ് വെഹിക്കിളാണ്. ഇതൊക്കെ എപ്പോഴാകുമ്പോൾ ഞാൻ ഓടിക്കുക. പൊറോട്ടയും ഇതാണ് പൊടിമാസം എന്നാണ് ഇവിടെ പറയുക. മുട്ട പൊരിയത്. സമയം ഇപ്പം 11:40. ഞാനിതാ ടാറ്റ മോട്ടോഴ്സ്, അബി മോട്ടോഴ്സ്, ടാറ്റയുടെ ഓത്തറൈസ്ഡ് സർവീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ വന്ന് നിൽക്കാനാണ് എന്നോട് പറഞ്ഞത്. രാവിലെ ആകുമ്പം ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും നോക്കാം. ഞാനിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതാട്ടോ എൻ്റെ വണ്ടി.
ഇനിയിപ്പം ഉറങ്ങാൻ എനിക്ക് എന്തെങ്കിലും കുടിക്കണം എന്നുണ്ട്. എന്തെങ്കിലും തണുത്തോളം എന്തെങ്കിലും കുടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു കൂൾ ബാറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്.